ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മളിന്ന് മൂന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസിലേക്ക് കടക്കുകയാണ്. ഇത് നിങ്ങളുടെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. നാലാമത്തെ ചാപ്റ്ററും റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് തന്നെയാണ്. സോ മൂന്നാമത്തെ ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1, നാലാമത്തെ ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2. ഈ രണ്ട് ചാപ്റ്ററിലൂടെ ആയിട്ട് നിങ്ങൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം രേഖപ്പെടുത്തി വെക്കാമെന്ന് വിശദമായിട്ട് മനസ്സിലാക്കും. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മൾ ട്രാൻസാക്ഷൻ്റെ റെക്കോർഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സോഴ്സ് ഡോക്യുമെൻറ്റ്സ്, ഇതിനെയാണ് നമ്മൾ വൗച്ചർ എന്നും പറയാറുള്ളത്. വൗച്ചർ എന്നും പറയാറുണ്ട് അല്ലേ? ഓക്കെ, വൗച്ചർ എന്താണെന്ന് ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു അല്ലേ? മാത്രമല്ല രണ്ടാമത്തെ ചാപ്റ്ററിൽ വെരിഫയബിൾ ഒബ്ജക്റ്റീവ് കൺസെപ്റ്റ് എന്ന് പറയുന്ന വെരിഫയബിലിറ്റി കൺസെപ്റ്റ് എന്ന പ്രിൻസിപ്പിൾ പഠിച്ചപ്പോൾ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ വൗച്ചറിനെ കുറിച്ച് നമ്മൾ അവിടെയും സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇപ്പോഴിതാ മൂന്നാമത്തെ ചാപ്റ്ററായ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് പറയുന്ന സമയത്ത് വീണ്ടും നമ്മളത് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് പ്രാധാന്യമുണ്ട് അല്ലേ? ഓക്കെ, എന്താണ് വൗച്ചർ അല്ലെങ്കിൽ എന്താണ് സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്? ഓരോ ട്രാൻസാക്ഷനും തെളിവായിട്ട് കാണിക്കാൻ പറ്റുന്ന രേഖ അല്ലേ? ഡോക്യുമെൻറ്റ് വിച്ച് പ്രൊവൈഡ്സ് എവിഡൻസ് ഓഫ് എ ട്രാൻസാക്ഷൻ ഈസ് കാൾഡ് സോഴ്സ് ഡോക്യുമെൻറ്റ് ഓർ വൗച്ചർ. ഒരു ട്രാൻസാക്ഷന് ആ ട്രാൻസാക്ഷൻ നടന്നു എന്നതിന് തെളിവായിട്ട് നമുക്ക് എന്ത് രേഖയാണോ കാണിക്കാൻ പറ്റുന്നത്, എന്ത് ഡോക്യുമെൻ്റ് ആണോ കാണിക്കാൻ പറ്റുന്നത്, അതിനെ നമ്മൾ സോഴ്സ് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ വൗച്ചർ എന്ന് പറയുന്നു അല്ലേ? എല്ലാ ട്രാൻസാക്ഷനും സോഴ്സ് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ വൗച്ചർ വേണമെന്ന് വെരിഫയബിലിറ്റി പ്രിൻസിപ്പിൾ നമ്മളോട് പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് സോഴ്സ് ഡോക്യുമെൻ്റ് ആയിട്ട് ഉദാഹരണമായിട്ട് എന്ത് പറയാം? ക്യാഷ് മെമ്മോ, ക്യാഷ് ബില്ലുകൾ, സെയിൽസ് ബില്ലുകൾ, പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പർച്ചേസിൻ്റെ ബില്ല്, ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് തെളിവായിട്ട് പേ ആൻഡ് സ്ലിപ്പിൻ്റെ ഒരു ഭാഗം കിട്ടും അല്ലേ? ക്യാഷ് എവിടെയെങ്കിലുമൊക്കെ അടക്കുന്ന സമയത്ത് റെസിപ്റ്റുകൾ കിട്ടും. ഇതെല്ലാം എന്താണ്? സോഴ്സ് ഡോക്യുമെൻറ്റുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഏതൊരു ട്രാൻസാക്ഷനും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഇത്തരത്തിലുള്ള സോഴ്സ് ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ട്രാൻസാക്ഷൻ കണ്ടെത്തുകയും അതിൻ്റെ വാല്യൂ എത്രയാണ്, മെഷർമെൻറ്റ് എത്ര എമൗണ്ടിൻ്റെ ആണ് എന്നൊക്കെ നമുക്ക് എന്തിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റുക? ഇത്തരത്തിലുള്ള സോഴ്സ് ഡോക്യുമെൻറ്റിലൂടെയാണ് അല്ലേ? ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 50,000 രൂപയുടെ ഗുഡ്സ് മേടിച്ചു എന്നത് നമ്മൾ ആ ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? 50,000 രൂപയുടെ പർച്ചേസ് ബില്ലിലൂടെയാണ് അല്ലേ? ഓക്കെ, ആ പർച്ചേസ് ബില്ലിൽ ആ ട്രാൻസാക്ഷന് പ്രൂഫായിട്ട് നമുക്ക് പർച്ചേസ് ബില്ല് കിട്ടുന്നു, പർച്ചേസ് ചെയ്ത സമയത്ത് കിട്ടിയ ബില്ല് കിട്ടുന്നു. അതിലൂടെ തന്നെ നമുക്ക് എത്ര രൂപയുടെ പർച്ചേസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു അല്ലേ? 50,000 രൂപയുടെ പർച്ചേസ് ആണെന്നും നമുക്കതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക? പിന്നീട് ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ചില സമയങ്ങൾ ഇത്തരത്തിലുള്ള വൗച്ചറുകൾ ഉണ്ടായില്ലെന്നും വരാം കേട്ടോ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഓഫീസെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ഒരാളെ ജോലിക്ക് വെച്ചു. അയാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തു. 800 രൂപ അയാൾക്ക് ശമ്പളമായിട്ട് കൊടുത്തു, കൂലിയായിട്ട്, വേജസ് ആയിട്ട് കൊടുത്തു എന്ന് കരുതുക. എന്ത് രേഖയാണ് നമുക്ക് കിട്ടുക? അപ്പോൾ അവിടെ ഈ ക്യാഷ് മേടിച്ച ആൾ നമുക്ക് ഡോക്യുമെൻ്റ് ഒന്നും തരില്ല അല്ലേ? അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ സ്വയം ഒരു വൗച്ചർ ക്രിയേറ്റ് ചെയ്യും. ഇത്ര രൂപ ഇന്ന ആവശ്യത്തിന് കൊടുത്തു എന്ന് പറഞ്ഞ് നമ്മൾ രേഖ തയ്യാറാക്കും. എന്നിട്ട് ആ ക്യാഷ് കൊടുത്ത ആളെ കൊണ്ട് അത് ഒപ്പിട്ട് മേടിച്ച് അത് നമ്മളെന്തായിട്ട് ഉപയോഗിക്കും? വൗച്ചറായിട്ട് ഉപയോഗിക്കും. ഓക്കെ, ഫൈൻ. അപ്പോൾ ഏതൊരു ട്രാൻസാക്ഷൻ നമ്മൾ രേഖപ്പെടുത്തുകയാണെങ്കിലും അതിന് തെളിവായിട്ട് എന്ത് വേണം? സോഴ്സ് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ വൗച്ചർ വേണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഫൈൻ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ വൗച്ചറുകളുടെ അടിസ്ഥാനത്തിലാണ്, സോഴ്സ് ഡോക്യുമെൻ്റ് അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തി വെക്കുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ റെക്കോർഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഡിസ്കസ് ചെയ്യാനുള്ള അടുത്ത പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഇക്വേഷനാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ പറഞ്ഞ സമയത്ത് സൂചിപ്പിച്ചതാണ് അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ പഠിക്കുന്നതോടുകൂടി നമ്മൾ ബിസിനസ് സ്ഥാപനത്തിൻ്റെ
ട്രാൻസാക്ഷൻസ്, ഇടപാടുകൾ പരിചയപ്പെടാനും കൂടി ശ്രമിക്കുക. അപ്പോൾ അതിന് വളരെ പ്രാധാന്യം നിങ്ങൾ കൽപ്പിക്കേണ്ടതുണ്ട്. അക്കൗണ്ടിങ് ഇക്വേഷൻ പഠിക്കുകയാണ് നമ്മൾ. ആ ഇക്വേഷനിലൂടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ട്രാൻസാക്ഷൻസ് നമ്മൾ പരിചയപ്പെടാനും കൂടി ശ്രമിക്കുകയാണ് അല്ലേ. അങ്ങനെ പരിചയപ്പെടുമ്പോൾ നമുക്ക് പിന്നീട് അത് റെക്കോർഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ഏരിയ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ പോയിൻറ്റും ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ്. ഓക്കെ, എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ പറയുന്നത്? അക്കൗണ്ടിങ് ഇക്വേഷൻ പറയാണ്, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ആസ്തികൾ, അതിൻ്റെ ആസ്തികളുടെ മൂല്യമെന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്? ക്യാപിറ്റലിനും ലയബിലിറ്റീസിൻ്റെയും ടോട്ടലിന് തുല്യമായിരിക്കും. The assets of a business are always equal to the total of its liabilities and capital. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മൊത്തം ആസ്തികൾ അതിൻ്റെ മൂല്യം എടുക്കുകയാണെങ്കിൽ ആ തുക എന്തിനു തുല്യമായിരിക്കും? ആ സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റലും ലയബിലിറ്റീസും കൂട്ടിയാൽ എത്രയാണോ കിട്ടുന്നത് അതിന് തുല്യമായിരിക്കും. ഓക്കെ, ഫൈൻ. നമുക്ക് അത് ഇക്വേഷനായിട്ട് ഇങ്ങനെ എഴുതാം: അസറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അതിന് ഷോർട്ടായിട്ട് എങ്ങനെ പറയാം? എ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് സി. അപ്പോൾ എ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് സി എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഇക്വേഷനാണെന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ പറയുന്നു, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അസറ്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാ അസറ്റ്സിൻ്റെയും മൊത്തം വാല്യൂ എടുക്കുകയാണെങ്കിൽ അത് എന്തിനു തുല്യമായിരിക്കും? ലയബിലിറ്റിയും ക്യാപിറ്റലും കൂടി കൂട്ടിയാൽ എത്ര എമൗണ്ട് കിട്ടുന്നോ അതിന് തുല്യമായിരിക്കും. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ അക്കൗണ്ടിങ് ഇക്വേഷനെ വേറെ രൂപത്തിലും എഴുതാം അല്ലേ. ലയബിലിറ്റീസും ക്യാപിറ്റലും കൂട്ടിയാൽ അസറ്റ്സ് കിട്ടും എന്ന് പറയുമ്പോൾ ആ അസറ്റ്സിന് ലയബിലിറ്റീസ് കുറച്ചാൽ ബാക്കിയുള്ള തുകയായിരിക്കും എന്ത്? ക്യാപിറ്റൽ. ശരിയല്ലേ? ഓക്കെ, അതേപോലെ തന്നെ അസറ്റ്സിന് ക്യാപിറ്റൽ കുറച്ചാൽ പിന്നീട് ബാക്കി വരുന്ന തുക എത്രയാണോ അത് ആ എമൗണ്ട് ആയിരിക്കും എന്ത്? ലയബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. ലയബിലിറ്റീസ് ഇസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ. ലയബിലിറ്റീസ് എന്ന് പറയുന്നത് അസറ്റ്സിന് ക്യാപിറ്റൽ കുറച്ചാൽ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും ലയബിലിറ്റീസ്. സോ എൽ ഇസ് ഈക്വൽ ടു എ മൈനസ് സി. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ്. സി ഇസ് ഈക്വൽ ടു എ മൈനസ് എൽ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റലും ലയബിലിറ്റിയും കൂട്ടിയാൽ അതിൻ്റെ മൊത്തം തുക അസറ്റിൻ്റെ വാല്യൂവിന് തുല്യമാണെങ്കിൽ അസറ്റിൽ നിന്ന് ക്യാപിറ്റൽ മൈനസ് ചെയ്താൽ ലയബിലിറ്റിയും കിട്ടും, അസറ്റിൽ നിന്ന് ലയബിലിറ്റി മൈനസ് ചെയ്താൽ ക്യാപിറ്റൽ കിട്ടുമെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷനെ ഈ 3 രൂപത്തിലും എഴുതാമെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഫൈൻ. നമ്മളിനി ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, അതിലൂടെ നമ്മൾ ഓരോ ട്രാൻസാക്ഷനെയും പരിചയപ്പെടാനും ശ്രമിക്കുകയാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ നിങ്ങൾ ഇവിടെ ആദ്യം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച് നിർത്തേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ബിസിനസ് സ്ഥാപനത്തിൻ്റെ വക്താക്കളാണ്, നിങ്ങൾ ബിസിനസ് സ്ഥാപനത്തിൻ്റെ അകത്താണ് അല്ലേ. ഓക്കെ, അങ്ങനെ വേണം ചിന്തിക്കാൻ. അപ്പോൾ ഓണറും മറ്റുള്ള ആൾക്കാരൊക്കെ ബിസിനസ്സിന് പുറത്താണ്, നിങ്ങൾ ബിസിനസ്സിന് അകത്ത്, നിങ്ങൾ ബിസിനസ്സിൻ്റെ അക്കൗണ്ടൻ്റാണ്. ഓക്കെ, ആ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വേണം നിങ്ങൾ കാര്യങ്ങൾ ചിന്തിക്കാൻ. ഓക്കെ, ഫൈൻ. ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഏറ്റവും ആദ്യത്തെ ഇടപാടെന്ന് പറയുന്നത് ഏതായിരിക്കും? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ബിസിനസ് ചെയ്യാനായിട്ട് ആദ്യം വേണ്ടത് എന്താണ്? ക്യാഷ് ആണല്ലേ. ആ ക്യാഷ് ആരാ കൊണ്ടുവരിക? ഉടമസ്ഥൻ അല്ലേ. അപ്പോൾ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ ക്യാഷ് ആര് കൊണ്ടുവരുന്നു? ഓണർ കൊണ്ടുവന്നു. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് ഓണർ തന്നു. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ ക്യാഷ് ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ നമുക്കൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹5 lakh, 5 ലക്ഷം രൂപ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. ഫൈൻ. ഇങ്ങനെ നടക്കുമ്പോൾ ഇപ്പോൾ ബിസിനസ്സിൽ എന്താ സംഭവിക്കുക? ബിസിനസ്സിൻ്റെ കയ്യിൽ 5 ലക്ഷം രൂപ ക്യാഷ് അസറ്റാണ് അല്ലേ. ഓക്കെ, 5 ലക്ഷം രൂപ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ബിസിനസ്സിൻ്റെ കയ്യിൽ വരികയാണ്. ഫൈൻ. ഇതാരാ തന്നത്? ഓണറാണ് അല്ലേ. അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ട പൈസ അല്ലേ. ഫൈൻ. അപ്പോൾ 5 ലക്ഷം രൂപ ഓണർക്ക് കൊടുക്കാനുള്ള ബാധ്യതയുണ്ടായി അല്ലേ. ഫൈൻ.
ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ കേസ് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കും. നിങ്ങളുടെ കയ്യിൽ 5 പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരാൾ 5 ലക്ഷം രൂപ കടമായിട്ട് തന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവസ്ഥ എന്താണ്? നിങ്ങളുടെ കയ്യിൽ 5 ലക്ഷം രൂപ ക്യാഷ് ഉണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ നിങ്ങൾ 5 ലക്ഷം രൂപ അയാൾക്ക് കടം വീട്ടുകയും വേണം അല്ലേ? ഓക്കെ. അതേപോലെ തന്നെയാണ് ബിസിനസ്സിലേക്ക് ഓണർ ക്യാഷ് കൊണ്ടുവന്നാൽ ബിസിനസ്സിൻ്റെ അവസ്ഥയും അങ്ങനെയാണ് അല്ലേ? ബിസിനസ്സിൻ്റെ കയ്യിൽ അപ്പോൾ അസറ്റായിട്ട് 5 ലക്ഷം രൂപ ക്യാഷ് ഉണ്ടാവും. അതേസമയം ബിസിനസ്സിന് ഒരു ബാധ്യത ഉണ്ടാവുകയാണ്, ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട്. അതിനെ നമ്മളൊരു പേര് വിളിക്കും ക്യാപിറ്റൽ എന്ന് അല്ലേ? ഓക്കെ. അപ്പോൾ ബിസിനസ്സിന് 5 ലക്ഷം രൂപ ക്യാപിറ്റലും അതേസമയം 5 ലക്ഷം രൂപ അസറ്റും ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് 2 കോളമായിട്ട് തിരിക്കാം. ക്യാപിറ്റലും ലയബിലിറ്റീസും നമ്മൾ ഒരു സൈഡിൽ എഴുതുന്നു, അസറ്റ്സ് വേറൊരു സൈഡിൽ എഴുതുന്നു അല്ലേ? ഇങ്ങനെ എഴുതാൻ കാരണം എന്താണ്? ക്യാപിറ്റൽ ലയബിലിറ്റിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അസറ്റിൻ്റെ ടോട്ടൽ കിട്ടണം അല്ലേ? അതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ, ശരിയല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ ബിസിനസ്സിൽ സംഭവിക്കുന്നത് എന്താണ്? ഇങ്ങനെയായിരിക്കും അല്ലേ? ബിസിനസ്സിൻ്റെ കയ്യിൽ അസറ്റായിട്ട് 5 ലക്ഷം രൂപ ഉണ്ട്. ഇനി ലയബിലിറ്റി അല്ലെങ്കിൽ ബാധ്യതയായിട്ട് ഓണർക്ക് കൊടുക്കാനുള്ള ബാധ്യതയായിട്ട് എത്രയുള്ളത്? അതിനാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയാം അല്ലേ? ഓണർ അല്ലാതെ വേറെ ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്കതിനെ ലയബിലിറ്റീസ് എന്ന് പറയാം. ഓണർക്ക് കൊടുക്കാനുള്ള തുക എത്രയുണ്ട്? 5 ലക്ഷം രൂപയുണ്ട്. ഓക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഓണർക്ക് കൊടുക്കാനുള്ള 5 ലക്ഷം തിരിച്ചു കൊടുത്താൽ പിന്നെ ബിസിനസ്സിൻ്റെ കയ്യിൽ ഒന്നുമില്ല അല്ലേ? ബിസിനസ്സിൻ്റെ കയ്യിൽ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ആസ്തി ഉപയോഗിച്ച് കൊടുക്കാനുള്ള എമൗണ്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ബിസിനസ്സിൻ്റെ കയ്യിലുണ്ടാവുമോ? ഇല്ല. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഇടപാട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു വിത്ത് ക്യാഷ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിലേക്ക് ഓണർ ക്യാഷ് കൊണ്ടുവന്നാൽ ബിസിനസ്സിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ബിസിനസ്സിൽ 5 ലക്ഷം രൂപ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് വരുന്നു, ക്യാപിറ്റൽ ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട് 5 ലക്ഷവും ഉണ്ടാവുന്നു. ശരിയല്ലേ? ഓക്കെ. ഇനി അടുത്ത ഇടപാട്. ഈ കിട്ടിയ ക്യാഷ് കൊണ്ട് ബിസിനസ് ചെയ്യാൻ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ഓക്കെ. ബിസിനസ് അടുത്തായിട്ട് ചെയ്ത എന്താ? ബിസിനസ് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് ₹1 lakh. അപ്പോൾ 5 ലക്ഷം രൂപ ക്യാഷ് കൈ കിട്ടി അല്ലേ? ഓക്കെ. അതുപയോഗിച്ചിട്ട് ബിസിനസ് എന്ത് ചെയ്തു? 1 ലക്ഷം രൂപയുടെ ഫർണിച്ചർ മേടിച്ചു. ഫൈൻ. ഇപ്പോൾ ബിസിനസ്സിൽ എന്താ സംഭവിക്കുക? ചിന്തിക്കണം. ഓരോ ട്രാൻസാക്ഷനും 2 ഭാഗത്ത് എഫക്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ ട്രാൻസാക്ഷന് 2 എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, പിന്നെ നമ്മൾ ബിസിനസ് കൊടുക്കേണ്ട എമൗണ്ട് ഓണർക്ക് 5 ലക്ഷം രൂപ കൊടുക്കേണ്ട അവസ്ഥയുണ്ടായി അല്ലേ? ഇതാണ് 2 എഫക്റ്റ്. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പർച്ചേസർ ഫർണിച്ചർ ഫോർ ക്യാഷ് എന്ന് പറയുമ്പം അവിടെയും 2 എഫക്റ്റാണ് ഉണ്ടാകുന്നത് അല്ലേ? ബിസിനസ്സിലേക്ക് പുതിയൊരു അസറ്റ് ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു അസറ്റ് വരികയാണ് 1 ലക്ഷം രൂപയുടെ അല്ലേ? ഫൈൻ. വേറെ എന്താ സംഭവിക്കുന്നത്? ആ ഫർണിച്ചർ എന്ന് പറയുന്ന 1 ലക്ഷം രൂപയുടെ അസറ്റ് വരുന്ന സമയത്ത് ഈ ഫർണിച്ചർ മേടിക്കാനായിട്ട് നമ്മൾ 1 ലക്ഷം രൂപ ക്യാഷ് കൊടുത്തു അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമ്മുടെ 5 ലക്ഷം രൂപ ക്യാഷ് ഉണ്ടായിരുന്നത് 1 ലക്ഷം കുറഞ്ഞിട്ട് എത്രയായി മാറി? 4 ലക്ഷം രൂപയായി മാറി. അപ്പോൾ ഈ ഇടപാട് ഫർണിച്ചർ മേടിക്കുക എന്ന ഇടപാട് കഴിയുമ്പോൾ ബിസിനസ്സിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ക്യാഷ് 4 ലക്ഷം എന്നുള്ളത് 1 ലക്ഷം 5 ലക്ഷം എന്നുള്ളത് 1 ലക്ഷം കുറഞ്ഞ് 4 ലക്ഷം രൂപയായി അല്ലേ? 4 ലക്ഷം രൂപയായി. അതുപോലെ തന്നെ പുതിയൊരു അസറ്റായിട്ടുള്ള ഫർണിച്ചർ 1 ലക്ഷം രൂപയുടെ വന്നും ചെയ്തു അല്ലേ? ഓക്കെ. ഇനി 2 സൈഡിലെയും ടോട്ടൽ നോക്കൂ. ഇപ്പോഴും അസറ്റ് സൈഡിൽ 5 ലക്ഷം തന്നെയാണ്, ക്യാപിറ്റലും ലയബിലിറ്റിയും കൂടി കൂട്ടിക്കഴിഞ്ഞാലും 5 ലക്ഷം തന്നെയാണ് അല്ലേ? ലയബിലിറ്റി ഒന്നുമില്ല, ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? ഓക്കെ. ഇനി നമുക്കൊരു അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ബിസിനസ് എന്ത് ചെയ്തു? ടുക്ക് എ ബാങ്ക് ലോൺ ഫോർ 3 lakh. 3 ലക്ഷം രൂപയുടെ ഒരു വായ്പ എടുത്തു ബാങ്ക് പോയിട്ട്. ഈ എമൗണ്ട് തികയില്ല എന്ന് തോന്നിയിട്ട് എന്ത് ചെയ്തു? 3 ലക്ഷം രൂപയുടെ വായ്പ എടുത്തു, ലോൺ എടുത്തു എന്ന് കരുതും. അപ്പോൾ എന്താ സംഭവിക്കുക? ലോൺ എടുത്തു എന്ന് പറയുമ്പോൾ ബിസിനസ്സിലേക്ക് 3 ലക്ഷം രൂപ ക്യാഷ് വരും അല്ലേ? ലോൺ എന്ന് പറഞ്ഞാൽ ക്യാഷ് മേടിക്കലാണല്ലോ, കടം മേടിക്കലാണല്ലോ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് അല്ലേ? ഓക്കെ. 3 ലക്ഷം രൂപ ക്യാഷ് വരികയാണ്. അപ്പോൾ ക്യാഷ് 4 ലക്ഷത്തിൽ നിന്ന് ഈ 3 ലക്ഷം കൂടി കൂടിക്കഴിഞ്ഞാൽ 7 ലക്ഷമായിട്ട് മാറും അല്ലേ? പിന്നെയോ ബിസിനസ്സിന് പുതിയൊരു ബാധ്യത വരികയാണ്. ഈ 3 ലക്ഷം ബാങ്കിന് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ടിനുണ്ടെന്ന് പറയാം. എന്ത് പറയാം? ബാധ്യത എന്ന് പറയാം അല്ലേ? ആ ബാധ്യത എന്താ പറയുക? നമുക്ക് ഇവിടെ ബാങ്ക് ലോൺ എന്ന് പറയുന്നൊരു ബാധ്യത ഉണ്ടാവുകയാണ്. ഓക്കെ. അപ്പോൾ ബാങ്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ആസ്തി ബാധ്യത കണക്ക് ഇങ്ങനെയായിരിക്കും. ക്യാഷ് 4 ലക്ഷം എന്നുള്ളത് എത്രയായിട്ട് മാറി? 3 ലക്ഷം കൂടിയിട്ട് 7 ലക്ഷമായി. ഫർണിച്ചർ മാറ്റമൊന്നുമില്ല, അവിടെ 1 ലക്ഷം രൂപയുടെ ഫർണിച്ചർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. പുതിയൊരു ബാധ്യത വന്നു, ബാങ്ക് ലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ലയബിലിറ്റി ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോഴും നോക്കൂ, 2 സൈഡും കൂട്ടി നോക്കൂ. ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ
അതായത് ഓണർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് 5 ലക്ഷമുണ്ട്, ബാങ്കിന് കൊടുക്കാനായിട്ട് 3 ലക്ഷമുണ്ട്. രണ്ടും കൂടി എത്രയാണ്? 8 ലക്ഷം രൂപ. ഇനി അസറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ക്യാഷായിട്ട് ബിസിനസ്സിൻ്റെ കയ്യിൽ എത്രയുണ്ട്? 7 ലക്ഷവും ഫർണിച്ചറായിട്ട് 1 ലക്ഷം രൂപയുണ്ട് അല്ലേ? അതും 8 ലക്ഷം രൂപ. ഓക്കെ, നമുക്കൊരു ട്രാൻസാക്ഷൻ കൂടി നോക്കാം. സപ്പോസ് ബിസിനസ് വേറൊരു കാര്യം കൂടി ചെയ്തു. പർച്ചേസർ ഗുഡ്സ് ഫോർ ക്യാഷ് ₹2 lakh. ഇനി 2 ലക്ഷം രൂപയുടെ ഗുഡ്സ് മേടിച്ചു എന്ന് കരുതാം. ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? വിൽക്കാനായിട്ട് ബിസിനസ് മേടിക്കുന്ന സാധനങ്ങൾ അല്ലേ? ഓക്കെ, അപ്പോൾ ഗുഡ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയാം. അത് ബിസിനസ്സിൽ ഉള്ളിടത്തോളം കാലം നമ്മളതിന് സ്റ്റോക്ക് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ 2 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് മേടിച്ചു, ഗുഡ്സ് മേടിച്ചു. എന്താ സംഭവിക്കുക? ക്യാഷ് കൊടുത്താൽ മേടിച്ചിട്ടുള്ളത് അല്ലേ? ക്യാഷ് കുറയുമല്ലോ. അപ്പോൾ 7 ലക്ഷം എന്നുള്ളത് എത്രയായി? ക്യാഷ് എത്രയായി മാറും? 5 ലക്ഷമായിട്ട് മാറും. പുതിയ അസറ്റായിട്ട് എന്ത് വരും? സ്റ്റോക്ക് വരികയും ചെയ്യും. ശരിയല്ലേ? നോക്കൂ, ഇപ്പോഴും ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസിൻ്റെ ടോട്ടൽ എമൗണ്ട് 8 ലക്ഷവും അസറ്റ്സിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 8 ലക്ഷം തന്നെയാണ്. അപ്പോൾ ഏതൊരു സമയത്തും ബിസിനസ് സ്ഥാപനത്തിൻ്റെ അസറ്റുകളുടെ ടോട്ടൽ എടുത്താൽ, മൊത്തം എമൗണ്ട് എടുത്താൽ അത് ക്യാപിറ്റലും ലയബിലിറ്റീൻ്റെയും ടോട്ടലിന് തുല്യമായിരിക്കും എന്ന് നിങ്ങൾക്ക് ഈ ഉദാഹരണത്തിലൂടെ മനസ്സിലായി. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട് 5 ലക്ഷമാണ്. ഇനി ബാങ്കിന് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത എന്ന് പറയുന്നത് 3 ലക്ഷമാണ്. മൊത്തം 8 ലക്ഷമാണ് ബിസിനസ്സിന് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള എമൗണ്ട് ഉള്ളത് അല്ലേ? ഓക്കെ, ഇനി തിരിച്ചു കൊടുക്കാനായിട്ടുള്ള ആസ്തി എന്തൊക്കെയുണ്ട്? 5 ലക്ഷം രൂപ ക്യാഷ് ഉണ്ട്, ഫർണിച്ചറായിട്ട് 1 ലക്ഷം രൂപയുണ്ട്, 2 ലക്ഷം രൂപയുടെ സ്റ്റോക്കും ഉണ്ട് അല്ലേ? ഓക്കെ, ദെൻ ഇതൊക്കെ എടുത്തിട്ട് ആ കൊടുക്കാനുള്ള എമൗണ്ടൊക്കെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബിസിനസ്സിൻ്റെ കയ്യിൽ 0 എമൗണ്ട് ആയിരിക്കും, ഒന്നും ഉണ്ടാവില്ല അല്ലേ? ശരിയല്ലേ? ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് എങ്ങനെ പറയാം? ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത് 8 ലക്ഷം രൂപയാണ്, ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് 8 ലക്ഷം തന്നെയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ടോട്ടൽ അസറ്റ്സ് ഇസ് ഈക്വൽ ടു 8 lakh, ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് ഇസ് ഈക്വൽ ടു 8 lakh. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? അസറ്റ്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് എന്ന് പറയാം അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞത് അല്ലേ? മൊത്തം അസറ്റ്സിന് ക്യാപിറ്റൽ മൈനസ് ചെയ്താൽ, അസറ്റ്സിന് ക്യാപിറ്റൽ മൈനസ് ചെയ്താൽ നമുക്ക് ലയബിലിറ്റീസ് കിട്ടും അല്ലേ? അങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കാമല്ലോ അല്ലേ? ഓക്കെ, 8 ലക്ഷം രൂപയാണ് ടോട്ടൽ അസറ്റ്സ് അല്ലേ? അതിൽ നിന്ന് ക്യാപിറ്റലായിട്ടുള്ള 5 ലക്ഷം മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 3 ലക്ഷം അല്ലേ? അപ്പോൾ അസറ്റ്സിന് ക്യാപിറ്റൽ മൈനസ് ചെയ്താൽ നമുക്ക് ലയബിലിറ്റീസ് കിട്ടും. അതേപോലെ തന്നെ അസറ്റ്സിന് ലയബിലിറ്റീസ് മൈനസ് ചെയ്താലോ നമുക്ക് ക്യാപിറ്റലും കിട്ടും. അതായത് 8 ലക്ഷത്തിന് 3 ലക്ഷം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റലായിട്ടുള്ള 5 ലക്ഷവും കിട്ടും. ഫൈൻ, ഐ തിങ്ക് ഇറ്റ്സ് പാർട്ട് ഈസ് വെരി ക്ലിയർ ടു യു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില 1 വേർഡ് അല്ലെങ്കിൽ 2 മാർക്കിനുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അക്കൗണ്ടിങ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാനുണ്ട്. വിശദമായിട്ട് ഓരോ ട്രാൻസാക്ഷനും നമ്മൾ അനലൈസ് ചെയ്ത് അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യേണ്ട ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ ചെയ്യും. അതിനു മുമ്പായിട്ട് നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ചോദ്യം കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരത്തെ ഈ പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് ഈ കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതുന്നു അസറ്റ്സ് ഓഫ് എ ബിസിനസ് ആർ ഓൾവേസ് ഈക്വൽ ടു ദ ടോട്ടൽ ഓഫ് ഇറ്റ്സ് ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ എന്ന് എഴുതാം. അതിനുശേഷം അക്കൗണ്ടിങ് ഇക്വേഷൻ 3 രൂപത്തിൽ എഴുതാം. എന്തൊക്കെയാണ്? അസറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് എഴുതാം, ലയബിലിറ്റീസ് ഇസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ എന്ന് എഴുതാം, ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് എന്നും എഴുതാം. ഇതാണ് നിങ്ങൾ നോട്ടായിട്ട് എഴുതേണ്ടത്. ഓക്കെ, ഫൈൻ. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഉദാഹരണം നോട്ടിൽ എഴുതി വെക്കുക. ഒരു ചെറിയ ഇല്ലുസ്ട്രേഷനാണ്. ഓക്കെ, ഫൈൻ. അതിലെന്താ കൊടുത്തിട്ടുള്ളത്? അസറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഇക്വേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ ആദ്യത്തെ കേസിൽ അസറ്റ്സ് 1 ലക്ഷമാണ്, ലയബിലിറ്റീസ് 25,000 അങ്ങനെ ആകുമ്പോൾ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എത്രയായിരിക്കും? വളരെ ഈസി ആയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക അല്ലേ? ലയബിലിറ്റീസും ക്യാപിറ്റലും കൂടി കൂട്ടിയാലാണ് അസറ്റ് കിട്ടുക. അപ്പോൾ ലയബിലിറ്റീസ് 25,000. ഇനി അതിനോട് എത്ര കൂട്ടിയാലാണ് 1 ലക്ഷം കിട്ടുക? 75,000 അല്ലേ? അല്ലെങ്കിൽ അസറ്റ്സിന് 25,000 മൈനസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് അതായിരിക്കും ക്യാപിറ്റൽ അല്ലേ? അപ്പോൾ ആദ്യത്തെ കേസിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 75,000. ഫൈൻ. രണ്ടാമത്തെ കേസിൽ ഏതാണ് മിസ്സിംഗ് ഫിഗർ? ലയബിലിറ്റീസ് ആണ് കാണാനില്ലാത്തത് അല്ലേ? ഓക്കെ, അപ്പോൾ
അവിടെ അസറ്റ്സ് കൊടുത്തിട്ടുണ്ട് 2 ലക്ഷം രൂപയാണ്, ക്യാപിറ്റൽ 1,50,000 ആണ് അല്ലേ. അപ്പോൾ ലയബിലിറ്റീസ് എത്രയായിരിക്കും? അസറ്റ്സിൽ നിന്ന് ക്യാപിറ്റൽ മൈനസ് ചെയ്താൽ മതി അല്ലേ. 2 ലക്ഷത്തിൽ നിന്ന് 1,50,000 മൈനസ് ചെയ്താൽ 50,000 രൂപ. അപ്പോൾ ലയബിലിറ്റീസ് രണ്ടാമത്തെ കേസിൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് എത്രയാണ്? 50,000 ആണ്. ഓക്കെ. ദെൻ മൂന്നാമത്തെ കേസിൽ അസറ്റ്സ് ആണ് കാണാനില്ലാത്തത്, ലയബിലിറ്റീസും ക്യാപിറ്റലും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ അറിയുന്ന ഒരാൾക്ക് അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അസറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ലയബിലിറ്റീസും ക്യാപിറ്റലും തമ്മിൽ കൂട്ടിയാലാണ് അല്ലേ, കിട്ടുന്ന ഫിഗറാണ്. അപ്പോൾ ലയബിലിറ്റീസ് 1,50,000 ആണ്, ക്യാപിറ്റൽ 2,50,000 ആണ്. അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടൽ 4 ലക്ഷമാണ്. 4 ലക്ഷമായിരിക്കും നിങ്ങളുടെ അസറ്റ്സ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അക്കൗണ്ടിങ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഫൈൻ. നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങൾ മാത്രമേ പഠിക്കുള്ളൂ. അക്കൗണ്ടിങ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട് വിശദമായിട്ട് നമ്മൾ ഇനിയും കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഓരോ ട്രാൻസാക്ഷനും അനലൈസ് ചെയ്തിട്ട് അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെ പ്രൂവ് ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കും. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമുള്ള നിങ്ങൾക്കുള്ള ചെറിയ അസൈൻമെൻറ്റ് തരികയാണ്. 2 ചോദ്യങ്ങൾ മാത്രമാണുള്ളത്. അതിൽ ആദ്യത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്. താഴെ കുറേ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് മാത്രം തെറ്റാണ്, അതേതാണെന്ന് കണ്ടെത്താനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത്, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ക്യാപിറ്റൽ ഈസ് 1,55,000 ആൻഡ് ടോട്ടൽ അസറ്റ്സ് ഓഫ് ദ ഫേം ഈസ് 2,75,000. ഒരു സ്ഥാപനത്തിൻ്റെ ടോട്ടൽ അസറ്റ് 2,70,75,000 രൂപയും ക്യാപിറ്റൽ 1,50,000 ആണെങ്കിൽ ലയബിലിറ്റീസിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് നിങ്ങളോട് കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തി നിങ്ങൾ പതിവായിട്ട് ചെയ്യുന്ന പോലെ പേഴ്സണലായിട്ട് ഇന്ന് തന്നെ അയക്കുക. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഹൈ ടൈം ടു സേ ഗുഡ് ബൈ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.